അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദീന പള്ളിക്ക് അടുത്തുള്ള വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇന്നൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. മദീന പള്ളിയുടെ നേരെ കോമ്പൗണ്ടിൽ തന്നെയായിട്ടാണ് ഈ ഒരു കുറച്ച് സ്ഥലങ്ങൾ വരുന്നത്. നമുക്ക് എന്തായാലും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ചരിത്രങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മസ്ജിദ് അൽ മുസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ 2 പെരുന്നാൾ നിസ്കാരവും മഴയത്തെടിയിൽ നിസ്കരിച്ച സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മഴയ്ക്ക് വേണ്ടി റസൂൽ നിസ്കരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സ്ഥലത്തിന് മുകളിലായി ധാരാളം കാർമേഘങ്ങൾ വരികയും മഴ പെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ പള്ളിക്ക് മസ്ജിദ് അൽ ഗമാമ എന്നും പേരുണ്ട്. ഇതിന്റെ നേരെ അടുത്തായിട്ട് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് മോസ്കും വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഭരണകാലത്ത് പെരുന്നാൾ നിസ്കരിച്ച സ്ഥലമാണിത്. അടുത്തതാണ് മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് തങ്ങളെ ഇവിടെ തന്നെ നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലം ഇന്ന് പള്ളിയായിട്ട് സൂക്ഷിക്കുന്നു. അടുത്തതാണ് സൂക്കൽ മനാക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നികുതി ഈടാക്കാതെ നിർമ്മിച്ച വലിയൊരു സൂക്കാണ് സൂക്കൽ മനാക്ക. പള്ളി വികസനത്തിന്റെ ഭാഗമായി ഇന്ന് ഈ സ്ഥലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പള്ളിയിലെ ബാക്ക് സൈഡിലൂടെ കയറുമ്പോഴാണ് ഈ ഒരു അടയാളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്ത പള്ളിയാണ് മസ്ജിദ് അലി ബിൻ അബി താലിബ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അലി റളിയല്ലാഹു അൻഹു ഇവിടെ നിന്നും പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്. എല്ലാ അടയാളങ്ങളും ഇന്നിവിടെ വലിയ പള്ളികളായി വിപുലീകരിച്ചിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.